ഹായ്, ഇന്ന് ഞാനൊരു സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നത്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ നമുക്ക് ഓരോ ദിവസം മക്കൾക്ക് വെറൈറ്റി സാധനങ്ങളായിരിക്കില്ലേ വേണ്ടത്. എൻ്റെ മക്കളൊക്കെ അങ്ങനെ കേട്ടോ പറയാം, എന്നും ഇതാണോ ചോദിക്കും. ഓരോ സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റി കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനതിൽ ഒരു മൈസൂർ പഴമാണെങ്കിൽ അതൊന്ന് എടുക്കുക. എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ റോബസ്റ്റ ഒരു പകുതിയാട്ടോ എടുത്തത്. അത് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഏകദേശം ഒരു മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. അതിന് നമുക്കൊരു കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് അല്പം പാലും കൂടെ ആഡ് ചെയ്യാം. പാലും ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ അത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അരച്ചത് ഈ ഒരു പരുവത്തിലായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നന്നായി കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് ചിരവിയ തേങ്ങയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് മതി, അതാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എനിക്കിപ്പോൾ പൊട്ടിച്ച് വെച്ച തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള അത് ഒഴിച്ചപ്പം ഇത് നല്ല രീതിയിൽ മിക്സ് ആവുന്ന തരത്തിലുള്ളൊരു നനവില്ല. അപ്പോൾ മുട്ടയും കൂടി വരുമ്പോഴേ അതിന് കറക്റ്റ് ആയിരിക്കും കേട്ടോ പരുവം. ഇനി ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു മുട്ടയും കൂടെ കൂട്ടി നന്നായി കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ 5-10 മിനിറ്റ് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ടോ? ഈ ഒരു കോലത്തിലിട്ടോ നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പലതരത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം, ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ആദ്യമൊക്കെ ഇട്ടത്. ഇടയിൽ ചിലപ്പോൾ ഷേപ്പ് മാറിപ്പോവും. ഇനി റൗണ്ടിലാണെങ്കിൽ റൗണ്ടിലിടാം. എന്തായാലും കറക്റ്റ് ഷേപ്പ് കിട്ടൂല, കാരണം ആ മാവിൻ്റെ ഒരു പരുവം അങ്ങനെയാണല്ലോ. ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്നവരെ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു സ്നാക്സ് റെസിപ്പിയാണ്. മക്കൾക്ക് എന്നും ഓരോ ദിവസം ഞാനൊക്കെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച്, പഴം പൊരിച്ചത്, അങ്ങനെ ഓരോ ദിവസം ഓരോ സാധനങ്ങളാണ് കൊടുത്തു വിടാറുള്ളത്. എന്നാലും അവർക്ക് 2-3 ദിവസം നമ്മൾ കൊടുത്തു കഴിയുമ്പം പിന്നെ പറയും ഇത് വേണ്ട, ഇത് ഇഷ്ടമല്ല, അത് മടുത്ത്, അങ്ങനെയൊക്കെ പറയാം. ഓരോ കുട്ടികളും പല ടൈപ്പിലുള്ളതാണല്ലോ കൊണ്ടുവരിക. അപ്പോൾ അവർക്കും ഡിഫറെൻ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് പറയാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഓരോന്നും ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. പിന്നെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല വേവാൻ വേണ്ടിയിട്ട്. പിന്നെ കളറ് മാറിയതോടുകൂടി നമുക്ക് കോരിയെടുക്കുകയും ചെയ്യാം. ഇവിടെ മക്കൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ 7 മണിയാകുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കി വെക്കണം, സ്നാക്സും ലഞ്ചും ഒക്കെ. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ
ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ഇൻഷാ അല്ലാ. ബൈ.